നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. ദിലീപ് കുറ്റവിമുക്തൻ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ വി, വിജീഷ് വി പി, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ പ്രതികരണം. ഒരു കൂട്ടാരുടെ ഭാഗം മാത്രമാണ് അത്. അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ പോലീസ് അന്വേഷണ ദിവസം മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല ആ സമയത്ത്, ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥർ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 6 പ്രതികളെയും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം ലഭിച്ചെന്നും നിയമമന്ത്രി പി രാജീവ്. ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതികളുണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ. കേസിൽ നടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മന്ത്രി. ഇല്ല, പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. അതേസമയം മേൽക്കോടതികളുണ്ടെന്നായിരുന്നു കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യയുടെ പ്രതികരണം. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ലെന്നും മുൻ DGP. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം. അതിജീവിതയുടെ നിലപാടും നിർണായകമാകും. 24 കൊച്ചി. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തി വിധിക്ക് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് കള്ളക്കഥ മെനയുകയായിരുന്നുവെന്നാണ് ദിലീപിന്റെ ആരോപണം. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തിയ ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി പൾസർ സുനിയെയും ജയിലിലെ മറ്റു പ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്നും അത് കോടതിയിൽ തകർന്നെന്നും ദിലീപ്. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്.
ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വിധിക്ക് പിന്നാലെ അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ വസതിയിലെത്തി ദിലീപ് നന്ദി പറഞ്ഞു. കോടതി പരിസരത്തും ദിലീപിന്റെ വസതിക്ക് മുന്നിലും ആരാധകർ മധുര വിതരണം നടത്തി. കൊച്ചി. വാർത്താമഴയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായിരുന്നു. നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്നും വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലായി 62,51,219 പുരുഷന്മാരും 70,32,444 സ്ത്രീകളും 126 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ജില്ലയിലെ 186 ബൂത്തുകളിലാണ് പ്രശ്നസാധ്യതയുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം കൊട്ടിക്കയറിയ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിലുള്ള ദിവസമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരണം സജീവമാണ്. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. വിഴിഞ്ഞം 66-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചത്. മലപ്പുറം എടക്കരയിൽ UDF സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മുത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയാണ് മരിച്ചത്. ഖബറടക്കം മുത്തേടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഈ വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി മറ്റന്നാൾ വിധി പറയും. അതുവരെ കടുത്ത നടപടി പാടില്ലെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അതിക്രൂര ബലാത്സംഗം വിവരിച്ച അതിജീവിത SITക്ക് മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേട്ടു. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിജീവിതയുടെ മൊഴി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ക്രൂരമായ പീഡനത്തിനിരയായെന്നാണ് മൊഴി. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്. ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നുവെന്നും ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടു. കുഞ്ഞു വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെന്നുമാണ് മൊഴി. രാഹുലിനെ ഭയമാണ്. കേസുമായി മുന്നോട്ടു പോകാൻ ഭയപ്പെടുന്നുവെന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞു. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി പോകുന്നത് ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസേഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.
ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 90,000 കടന്നു. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. പുല്ലുമേട് വഴി എത്തുന്നവർക്ക് 18ാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. വാവരുസ്വാമി നടയ്ക്ക് മുന്നിലൂടെ ആൽമരത്തിനരികിലൂടെ പ്രവേശിച്ചവർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച സേവനത്തിന് എറണാകുളം VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കരൾമാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ഫാദിൽ H. വീരാൻകുട്ടിക്ക് മംഗളൂരു സർവകലാശാലയിൽ ആദരം. സർവകലാശാലയിലെ ശ്രീനാരായണ ഗുരു സ്റ്റഡി ചെയർ സംഘടിപ്പിച്ച ഗാന്ധി ഗുരു സംവാദം 100ാമത് വാർഷിക സർവമത സമ്മേളനത്തിലായിരുന്നു ആദരം. കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ G. പരമേശ്വറിൽ നിന്നും ഡോക്ടർ ഫാദിൽ H. വീരാൻകുട്ടി ആദരം ഏറ്റുവാങ്ങി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിയമസഭാ സ്പീക്കർ UT ഖാദർ, വിവിധ മന്ത്രിമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ദ ലീല കോവളം റാവിസ് ഹോട്ടലിൽ ട്രീ ലൈറ്റിംഗ് സെറിമണി സംഘടിപ്പിച്ചു. പൂർണ്ണമായും തേങ്ങാത്തൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 15 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. ഇതോടൊപ്പം ഈ വർഷം ഹോട്ടലിൽ നടന്ന വിവിധ പരിപാടികളിൽ നിന്നുള്ള പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വോക്കിൻ ജിഞ്ചർ ബ്രെഡ് ഹൗസ് അതിഥികളെ സ്വീകരിച്ചു. പ്രകൃതിദത്തമായ ആശയങ്ങളെയും നൂതന രൂപകൽപ്പനയെയും സമന്വയിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന് ഹോട്ടൽ ജനറൽ മാനേജർ അയ്യപ്പൻ നല്ലപെരുമാൾ പറഞ്ഞു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആഘോഷമാക്കാൻ ജിഞ്ചർ ബ്രെഡ് ഹൗസിനൊപ്പം രുചികരമായ വിഭവങ്ങളുടെ വിപുലമായ ശേഖരവും ദ ലീല റാവിസ് കോവളം ഒരുക്കിയിട്ടുണ്ട്. ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.